ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞായറാഴ്ചയായിട്ട് സ്പെഷ്യൽ പനീറാണ് കേട്ടോ. കാണിക്കേ ചേട്ടൻ പനീർ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം സിമ്പിളായൊരു തക്കാളി പനീർ കറിയാണ് കേട്ടോ. സ്പെഷ്യൽ ടേസ്റ്റാണ്, എളുപ്പമാണ്. അപ്പം അത് എങ്ങനെയാണ് വെക്കുക നോക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടാ. ഒരു പനീർ മുറിക്കുന്നതിൻ്റെ ഒരു ആധാരത 200 ഗ്രാമാണ് കേട്ടോ. കുട്ടി ഫാമിലി ഞങ്ങൾക്ക് 3 ആൾക്ക് മതി. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടാ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അതെ 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 എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യട്ടാ. അത് പറയാൻ മറന്നു. കുഞ്ഞായിരിക്കണം. പൊടിക്കാനിതെന്താ? ഇത് വളരെ സിമ്പിളുള്ള കറിയാണ് കേട്ടോ. സിമ്പിളായ കറി. നമുക്ക് തന്നെ സിമ്പിളാണ്. ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കണം. സിമ്പിൾ നമ്മുടെ ഹോൾമാർക്കാണ്. ആ എന്നെ സിമ്പിളല്ലേ. ഉള്ളിലേക്ക് ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. നമുക്ക് പനീർ കറി വെക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. എണ്ണ ചൂടാവട്ടെ. ഇതിലേക്ക് 2 സവാള കേട്ടോ, പൊടിയായി അരിഞ്ഞത്. സവാള നന്നായി വാടി വരട്ടെ. സിമ്പിള് സംഭവമാണ്. സിമ്പിളായിട്ടോളൂ. സവാള ഏകദേശം വാടി നന്നായി വന്നു കേട്ടോ. ഇതിലേക്ക് ഒരു പച്ചമുളക്, 1 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് കേട്ടോ, 1 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്. ഇത് പച്ചമുളക് പോട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ പോയിട്ടാ. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരച്ചതാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യണം? തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകട്ടെ. തക്കാളിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടാ. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഇട്ടാ. നന്നായി ഇളക്കിയെടുക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം? ലൈറ്റായി ചൂടുവെള്ളം. ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കേട്ടോ. ഇനി ഒരു പ്രധാനമായിട്ടുണ്ട് കേട്ടോ, തക്കാളി സോസ് കേട്ടോ. 1 2 3 ടീസ്പൂൺ തക്കാളി സോസ് കേട്ടോ. ഒരു വെറൈറ്റി. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാ. ഇനി ഒന്ന് തിളക്കട്ടെ. നമ്മുടെ ചാറ് തിളച്ചു കിട്ടാം.
നല്ല ഗ്രേവി നല്ല തിളച്ച് കുറുകി. നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം. ഒരു 200 ഗ്രാം ഉണ്ട് കേട്ടോ. ഇത് ഫ്രൈ ചെയ്തിട്ട് വിടാട്ടാ, അതിൻ്റെ ആവശ്യമില്ല. കുട്ടി കുട്ടി കഷ്ണങ്ങൾ. മരത്തിലൊക്കെ ഇടുന്നമ്മ. ഒന്ന് വേകട്ടെ കേട്ടാ. പനീർ കറി വെന്തു കേട്ടാ, റെഡിയായി, ഇതാ സെറ്റായി. ഓഫാക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കട്ടെ. അതാ സൂപ്പർ ടേസ്റ്റ്, നല്ല ഗ്രേവി. കാണിച്ചോളൂ, നല്ല കുറുകിയ ഗ്രേവി ഇട്ടാ, തേങ്ങാപ്പാലോ മസാലകളോ ഒന്നും ഇല്ലാത്തത്. സൂപ്പർ ടേസ്റ്റാണ്, സിമ്പിളാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ചപ്പാത്തി എടുത്തിട്ടാണ്. ചപ്പാത്തി പനീർ കറിയാണ് നമ്മുടെ സ്പെഷ്യൽ ഞായർ. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ. ഞായറാഴ്ചയായിട്ട് ഞാൻ കുറച്ച് ദിവസം ഇറച്ചി മീനൊക്കെ ഒഴിവാക്കിയിരിക്കണം. ഞാൻ വേണ മാസമല്ലേ. അതൊന്നുമല്ല, പക്ഷെ ഒരു സംഭവം ഉണ്ടായി ഗൈസ്. ഞാൻ അതിനെ അറിയാണ്ട് മുട്ട പൊരിച്ച് കഴിച്ചു. ഞാൻ കഴിച്ചില്ല. എന്നോട് ആരെങ്കിലും പറയണ്ടേ, ഞാൻ മറന്നു. നിനക്കെങ്കിലും പറയായിരുന്നല്ലോ. പാവം, ഞാൻ പറ്റിക്കപ്പെട്ടു. അതിന് അവിടെ നിന്ന് നോക്കിയാൽ മതി. ശരിയല്ലേ, പരത്തട്ടെ, അതിനൊന്ന് പരത്തട്ടെ. കത്തിക്ക് കത്തിക്ക്. റേഷൻ കടത്തെ പൊടിയാണ് അത്. ബംബ്ലൂസ് പോലെ പൊള്ളും. നല്ല നന്നായി പൊള്ളി. നല്ല ചപ്പാത്തിയും ചെറുപയർ കറി. ഇന്ന് ചപ്പാത്തിയും പനീർ കറി. ചപ്പാത്തി വിട്ടൊരു കളി. ചപ്പാത്തി ഇപ്പോൾ ദേശീയ ഭക്ഷണമാക്കി തന്നെ. സെക്കൻഡ് ചപ്പാത്തി ഇത്ര വട്ടം തരണം കഴിഞ്ഞാൽ മൂന്നാമത്തെ അല്ലേ? മൂന്നാമത്തെ അല്ലേ? നമ്മ പരത്തുണ്ടാവിടെ. നല്ല ഫോമായിട്ടില്ല. പടപടേന്നാണ് മൂന്നാമത്തെ. നമുക്ക് ചുട്ടെടുക്കട്ടെ അല്ലേ? ചുട്ടെടുക്കട്ടെ. ചപ്പാത്തി ചുട്ട് കഴിഞ്ഞിട്ടാ നീ കഴിക്കാൻ ഭക്ഷണം കഴിക്കട്ടാ. പനീർ കറി അടിപൊളി ചെയ്താ, ഒരു ടേസ്റ്റാണ്. ഞാൻ വെച്ചതുകൊണ്ട് പറയാലോ കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. 100% ഗ്യാരണ്ടി പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ഗ്രേവിയാണ് അടിപൊളി. സൂപ്പറല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞായറാഴ്ചയായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. ഞങ്ങളത് കഴിക്കട്ടെ കേട്ടോ.